ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ഉലുവ വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഉലുവ വരട്ടിയത് അല്ലെങ്കിൽ ഉലുവ കഞ്ഞി, ഉലുവ കൊണ്ടുള്ള പാല് ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചെറിയ നടുവേദന, സന്ധിവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ അച്ചമ്മമാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ചമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഇത് വേവിച്ചിട്ട് കൽച്ചട്ടിയിലാണ് അച്ചമ്മ വേവിച്ച് വയ്ക്കുക. ഇതുപോലെ ശർക്കരയൊക്കെ ചേർത്ത് അത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. നമുക്ക് അന്നത്തെ പോലെ ഫ്രിഡ്ജൊന്നും ഇന്നത്തെ പോലെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അന്ന് ഇതിങ്ങനെ വെറുതെ കൽച്ചട്ടിയിൽ സേഫായിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന സമയത്തൊക്കെ ഞാനിതെടുത്തിടയ്ക്കൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ആ ഉലുവയുടെ ആ കയ്പ്പൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. ഉലുവയുടെ അത്ര വലിയൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉലുവക്കഞ്ഞി പോലും കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശർക്കരയും കൂടി ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ മറ്റേ അടപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിൽ കുക്കറിൽ ഒരു 3-4 വിസിൽ വരുത്തിയെടുത്തു. അപ്പോൾ ഒരു 4-5-6 വിസിലൊക്കെ വരെ വരാം. കാരണം നല്ലവണ്ണം വേവണം, ഉലുവയ്ക്ക് വേവുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ നല്ലപോലെ വേവിച്ചതിന് ശേഷം, അപ്പോൾ ഞാനത് മുളപ്പിച്ച ഉലുവയായിരുന്നു എടുത്തത്. അപ്പോൾ മുളപ്പിച്ച ഉലുവയുടെ പോഷക ഗുണമൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാം പയർവർഗ്ഗങ്ങളാണെങ്കിലും മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഇരട്ടി ഫലമാണ്, കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മുളപ്പിച്ച ഉലുവയാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉലുവ വേവിച്ചെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർക്കര നീര് ഒഴിച്ച് ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം പതുക്കെ തീയൊന്ന് സിമ്മിലിട്ട് വരട്ടി എടുക്കുക കേട്ടോ. കേടുകൂടാതെ ഇരിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ പതുക്കെ ശർക്കര നീര് ഒഴിക്കുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ചുരുങ്ങും കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചതിൻ്റെ നമുക്കറിയാം, ശർക്കര നീര് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കല്ലയ്ക്കും പതുക്കെ. അപ്പോൾ ഞാൻ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി വന്നപ്പോൾ ഇതിന് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസത്തിൻ്റെയൊക്കെ രുചിയായിരുന്നു കേട്ടോ. ചെറിയ കയ്പുണ്ടായിരുന്നു എന്ന് മാത്രം. അതുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ അത് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ശർക്കര നീരൊക്കെ ഉരുകി വന്നിട്ടുണ്ട്, നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ. പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഉലുവ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും നെയ്യും ഒക്കെ ചേർക്കാം. ഞാൻ ഇതൊന്നും തന്നെ ചേർത്തിട്ടില്ല, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിങ്ങനെ വറ്റിച്ച് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ വറ്റിച്ചേർന്ന് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാതെ ഒരുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ 2 പാലായിട്ട് പിഴിഞ്ഞു വയ്ക്കുക. തലപ്പാലും 1-ാം പാലും അല്ലെങ്കിൽ 2-ാം പാലും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ വറ്റി വന്ന സമയത്ത് ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരുപാട് വെള്ളം കൂട്ടിയിട്ടല്ല പാല് പിഴിഞ്ഞത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പാലിൽ. ഇതിങ്ങനെ വറ്റി വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരുപാട് തേങ്ങയും ചേർത്തില്ല കേട്ടോ, ഒരു അരമുറി തേങ്ങ അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരമുറി തേങ്ങയുടെ പാലോ അതിൽ കൂടുതലൊക്കെ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ വരട്ടി വയ്ക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് കേടാവുന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം 1-ാം പാൽ ഒഴിച്ചു. ഇപ്പോൾ 2-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റി വരുന്ന പരുവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തി വയ്ക്കാം. നൂലൊട്ടുന്ന പരുവം ഒന്നും ആവണ്ട, കാരണം നമുക്കത് കോരിയാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ.